ഹലോ, വെൽക്കം ടു CC Plus. എന്തായി നവോദയ എൻട്രൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ? ഇന്ന് നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വേഗം ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. ഫ്രിക്ഷൻ ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ റഫ് സർഫസസിലാണെങ്കിൽ എന്താണ്? മോർ ഫ്രിക്ഷൻ ആയിരിക്കും. സ്മൂത്ത് സർഫസിലാണെങ്കിൽ എന്താണ്? ലെസ് ഫ്രിക്ഷൻ ആയിരിക്കും ഉള്ളത്. ഇനി the force responsible for changing the state of motion of an object. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൂടെ പറയേണ്ട ഒരു ടേം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എന്താണ്? ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ളിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാൻ ആര് റെസ്പോൺസിബിൾ ആണ്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർഫസിലൂടെ, ഒരു റഫ് സർഫസിലൂടെ ഒരു ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ എന്താണ്? ആ ഒരു അപ്ലൈ ചെയ്ത ഫോഴ്സ് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ബോളിന്റെ മൂവ്മെന്റും അവിടെ എന്താണ്? സ്റ്റോപ്പ് ചെയ്യും അല്ലേ? വീണ്ടും ഇനി ആ ബോൾ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ നോർമലി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു റഫ് സർഫസിലൂടെ ഒരു ബോൾ മൂവ് ചെയ്യുന്നതാണോ അതോ ഒരു സ്മൂത്ത് സർഫസിലൂടെ ബോൾ മൂവ് ചെയ്യുന്നതാണോ ഈസി? എപ്പോഴും ഒരു സ്മൂത്ത് സർഫസിലൂടെ ബോൾ മൂവ് ചെയ്യുന്നതായിരിക്കും ഈസി അല്ലേ? അപ്പൊ സ്മൂത്ത് സർഫസ് ആവുമ്പോൾ എന്താണ്? വളരെ ലെസ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഒരു റഫ് സർഫസ് ആണെങ്കിൽ എന്താണ്? മോർ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ലെസ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. റഫ് സർഫസ് ആണെങ്കിൽ മോർ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോ. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ. The force of friction always act on all the moving objects and its direction is always opposite to the direction of motion. അതായത് ഫോഴ്സും ഫ്രിക്ഷനും എപ്പോഴും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. ഇപ്പൊ ഒരു സ്മൂത്ത് സർഫസിലൂടെ ഒരു ബോൾ ഉരുണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്? ചെറിയ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഒരു റഫ് സർഫസ് ആണെങ്കിൽ എന്താണ്? മോർ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ? അതായത് എന്താണ്? ഇപ്പൊ നമ്മളൊന്ന് പെഡല് ചവിട്ടി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എന്താണ്? സൈക്കിൾ കുറച്ച് ദൂരം കൂടിയൊക്കെ ഒന്ന് പതിയെ മൂവ് ചെയ്യും. പക്ഷെ ഒരു റഫ് സർഫസ് ആണെങ്കിലോ എന്ത് ചെയ്യാണ്? നമ്മൾ പെഡലിൽ ചവിട്ടിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈക്കിൾ അവിടെ എന്ത് ചെയ്യണം? അതിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്താണ്? വീണ്ടും നമ്മൾ നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ആ സൈക്കിളിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫ്രിക്ഷനും ഫോഴ്സും എപ്പോഴും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് അല്ലേ? നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട് ഇല്ല, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് നോക്കാം. നമുക്കറിയാം അല്ലെ, മാഗ്നറ്റിന് എന്താണ്? രണ്ട് പോൾസ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, അതേപോലെ എന്താണ്? നെഗറ്റീവും ഉണ്ട്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഓൾവേസ് അട്രാക്ഷനും, നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവും തമ്മിലാവുമ്പോൾ എന്താണ്? റിപ്പൽഷനുമാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു അയൺ നെയിലിന്റെ അടുത്ത് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെ? ആ ഒരു അയൺ നെയിലിനെ ഈ ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ഫോഴ്സസിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ കോണ്ടാക്ട് ഫോഴ്സസ് വരുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി ഒരു അനദർ ചാർജ്ഡ് അല്ലെങ്കിൽ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡീനെ അട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? നല്ല സ്കെയിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് അതിനെ ഹീറ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ പേപ്പർ കീറിയിട്ടിട്ട് അതിന്റെ മേലെ പിടിക്കുമ്പോൾ ആ പേപ്പർ ഒന്ന് ജമ്പ് ചെയ്യും. അതേപോലെ എന്താണ്? സിൽക്കിൽ ഈ പറഞ്ഞതുപോലെ സ്കെയിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് അത് ചൂടാക്കിയിട്ട് നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് തന്നെ ചെയ്യുമ്പോൾ ആ പേപ്പേഴ്സ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത് വേറൊരു ചാർജ്ഡ് അല്ലെങ്കിൽ അൺചാർജ്ഡ് ആയിട്ടുള്ള
ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നോക്കിക്കേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ മാത്രം ഒരു പ്രോപ്പർട്ടി അല്ല അല്ലെ. അതായത് സ്മോളോ ലാർജോ ആയിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റിനെ എന്താണ് മറ്റൊരെണ്ണം അട്രാക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട് അല്ലെ. കോണ്ടാക്ട് ഫോഴ്സസിന്റെ എക്സാമ്പിൾ ഏതൊക്കെ വരും? മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ, അതൊരു മസ്കുലാർ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഒരു സർഫസിലൂടെ ഒരു ബോൾ ഉരുണ്ടു പോകുന്നത്, റോഡിലൂടെ വണ്ടികൾ പോകുന്നത് അല്ലെ, വെഹിക്കിൾസ് റോഡിലൂടെ മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ മസ്കുലാർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എല്ലാം കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരും, മാഗ്നറ്റിക് ഫോഴ്സ് വരും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും. ഇതെല്ലാം നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. എല്ലാവരുടെയും നവോദയ എൻട്രൻസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എവിടം വരെ എത്തി? CC+ൽ 90 ദിവസത്തെ നവോദയ എൻട്രൻസ് എക്സാമിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയമുള്ളൂ അല്ലെ പഠിക്കാനായിട്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ആണ് ഈ ബാച്ച് കേട്ടോ. മിക്ക കുട്ടികളും നവോദയ സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു ആസ്പിരന്റ് ആയിരിക്കും. അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ 9ാം ക്ലാസ്സിലേക്ക് ഉള്ളൂ എന്ന് അറിയാലോ. അപ്പൊ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സീറ്റ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം. നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. വീക്കലി നിങ്ങൾ അസസ് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പഠിത്തത്തിന്റെ നിലവാരം എത്രയൊക്കെ എത്തി എന്നുള്ളത് അനലൈസ് ചെയ്യാനും അതേപോലെ ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ നിങ്ങളുടെ മെന്ററുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മളുടെ ചാനലിൽ ഇനിയും വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയിപ്പോ നിങ്ങൾ നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നില്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്